നമ്മളെ ഈ ടെറസയിലേ കുറച്ച് സാധനങ്ങൾ ഉണങ്ങാൻ വെച്ചിരുന്നു. ഇത് ഈ നെറ്റൊക്കെ ഇട്ട് മൂടി ഈ പാത്രത്തിനകത്ത്. ഇത് 2-3 ദിവസമായി ഇപ്പം നമ്മൾ ഈ വെയിലത്ത് വെച്ചിട്ട്. സംഭവം എന്താണെന്നറിയാമോ? നമ്മുടെ മുട്ടത്തോടാണ്. ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഉഗ്രം വളം ഉണ്ടാക്കാം. നമ്മുടെ ശീതകാല പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അതായത് കോളിഫ്ലവർ, ക്യാബേജ്, അവരൊക്കെ ഏതാണ്ട് പൂക്കുന്ന സമയമായി. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു നല്ല അടിപൊളി വളം ഉണ്ടാക്കി അവർക്കിട്ട് കൊടുക്കാം. ഈ മുട്ടത്തോടെ പൊടിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഒന്ന് നല്ല പോലെ ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു ബക്കറ്റിൻ്റെ അടപ്പാണ്, അതിലേക്ക് ഇതിനെല്ലാം പെറുക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് ഒരു നെറ്റിട്ട് മൂടി. എന്താണേലും കാക്ക കൊണ്ടുപോകരുത്, അത് മാത്രമേ നമ്മുടെ ഇൻറ്റൻഷനുള്ളൂ. അപ്പം നല്ല ഒരു 3 ദിവസത്തെ നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ക്രിസ്പിയായി. തൊട്ടാൽ പോലും ഇതുപോലെ സൗണ്ടാണ് ഇത്. ഇനി നമുക്കിതിനെ നമ്മുടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറേ ദിവസമായിട്ട് ഞാൻ കോഴികൾക്ക് കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു, നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഞാനേ ഈ മുട്ടത്തോട് മൂടി വെക്കാൻ ഉപയോഗിച്ചത് ഒരു നെറ്റിൻ്റെ ചാക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൃഷിഭവനിൽ നിന്ന് വളം കിട്ടിയപ്പോൾ ഇങ്ങനൊരു ചാക്കിനകത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചാക്കാണ് കേട്ടോ. ശരിക്കും നല്ല പോലെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ മുട്ടത്തോടൊക്കെ കാക്ക കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നെറ്റിട്ടാണ് മൂടിയത്. പക്ഷേ ഇത് നെറ്റ് വലിയ നെറ്റല്ല, ഇതൊരു ചാക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് നമ്മൾ വളം കിട്ടിയപ്പോൾ ഇതിനകത്തിട്ടാണ്. ഇത് കണ്ടോ, ഇതൊരു ശരിക്കും ഒരു ചാക്ക് തന്നെയാണിത്, പക്ഷേ നെറ്റിൻ്റെ ചാക്കാണ്. അത് നമ്മൾ ഇവരത് വളങ്ങളെല്ലാം കൂടി ഇട്ട് കെട്ടിയാണ് തരുന്നത്. ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അത് മുറിക്കാതെ അഴിച്ചെടുത്ത് കഴിഞ്ഞത് ഇങ്ങനൊരു ചാക്കാക്കാം. പക്ഷേ ഈ ചാക്ക് നമുക്കെന്ത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഉണങ്ങാനിടുമ്പോൾ കാക്ക കൊണ്ടുപോകാതെ അതിന് മുകളിൽ മൂടിയിടാനും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ചാക്കിനെ ഒരു ഡബിൾ ലെയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മുറിച്ചൊന്നുമില്ല. ചാക്കായിട്ടും ഉപയോഗിക്കാം, നെറ്റായിട്ടും ഉപയോഗിക്കാം. സംഭവമേ റീയൂസബിൾ ആയതുകൊണ്ട് നമുക്കിതിനെ മടക്കി സൂക്ഷിച്ച് വയ്ക്കാം. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഉണങ്ങണമെങ്കിൽ നമുക്കിത് തന്നെ ഉപയോഗിക്കാമല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാനും എളുപ്പമാണ്. അതായത് ഏതൊരു പാഴ്വസ്തുവും നമ്മൾ രണ്ടാമതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ സാധനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഈ വളം ഉണ്ടാക്കാനേ അടുത്തതായിട്ട് നമുക്ക് വേണ്ട വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ് നമുക്കൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് കരിക്കട്ട. നമ്മൾ ഈ കരിക്കട്ട ഈ ഒരു കവറിനകത്താക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഇടിച്ചു പൊടിക്കാം. അപ്പം ഈ 2 സാധനങ്ങൾ മാത്രം മതി, അതായത് മുട്ടത്തോടും പിന്നെ കരിക്കട്ടയും. ഈ കരിക്കട്ട ഇടിച്ച് പൊട്ടിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചുറ്റികയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ റിപ്പർ മോഡൽ തന്നെ. ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഇച്ചിരി ഫോഴ്സിൽ ആഞ്ഞടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നോക്കാം എത്രയായെന്ന്. യെസ്, പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കവർ കൂടെ ഇതിന് മുകളിൽ കൂടി ഇട്ടിട്ടുണ്ട്, അല്ല ഇത് തീരെ പൊട്ടിപ്പോവും. ഇതല്ലെങ്കിൽ നമ്മളൊരു ചാക്കിലിട്ടിട്ട് അടുത്തൊരു ചാക്ക് വെച്ചിങ്ങനെ മൂടിയാലും മതി. അപ്പം നമുക്കിങ്ങനെ നോക്കാം. ഓൾമോസ്റ്റ് പൊടിഞ്ഞു. ഈ കരിക്കട്ട എന്തിനാണെന്നറിയാമല്ലോ? നമ്മുടെ വെള്ളം അബ്സോർവ് ചെയ്ത് നമ്മുടെ ശീതകാല പച്ചക്കറികളുടെയൊക്കെ അടിയിൽ നിൽക്കാനാണ്. ഇനിയിപ്പോൾ വേനൽക്കാലമാണ് വരുന്നത്, അപ്പം നമ്മുടെ പച്ചക്കറികൾക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് അബ്സോർവ് ആയിട്ട് അവർക്കൊരു തണുത്ത അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടുകയാണ്. പിന്നെ മുട്ടത്തോടറിയാലോ, കാൽസ്യം റിച്ചാണ്. ഇത് രണ്ടും കൂടി ആകുമ്പോഴേക്കും ഒരു സൂപ്പർ വളമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ്ടേ നമ്മുടെ കരി മുഴുവനും പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചാക്കായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത നമ്മുടെ കരിക്കട്ടകൾ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ടത്തോട് കൂടെ ആഡ് ചെയ്യാം. മുട്ടത്തോട് നല്ല തരിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, കണ്ടോ? നല്ലതായിട്ട് പൊടിഞ്ഞു, കാരണം നമ്മളിത് ഉണക്കിയെടുത്തുകൊണ്ടാണേ. അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിനെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം. മുട്ടത്തോട് തീരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ നല്ലപോലെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സൂപ്പർ മിക്സ്. കരിക്കട്ടയും മുട്ടത്തോടും. ഇവിടെ ഞാൻ 2 കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആദ്യം മണ്ണൊന്ന് മാറ്റുക, എന്നിട്ടിത് നമ്മുടെ ഈ മിക്സ് എടുക്കുക, സൈഡിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വളവുമായി ഈർപ്പം നിൽക്കും. ഇതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത്. 2 പേർക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ നമ്മളുടെ ഈ ചട്ടിയിലുള്ള ചെടികളെല്ലാം അപ്പുറത്തെ സൈഡിലാണ്. നമുക്കിനി അപ്പുറത്ത് കൊണ്ടുപോയി എല്ലാവർക്കും കുറച്ച് വീട് ഇട്ട് കൊടുക്കാം. നമുക്കേ ഇവർക്ക് ഓരോരുത്തർക്കായിട്ട് കുറച്ചായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. മണ്ണൊന്ന് ഇളക്കി മാറ്റിയിട്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളമെല്ലാം തീർന്നു. അങ്ങനെ നമ്മളെ എല്ലാ ചട്ടിക്കകത്തും അതിട്ട് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ ഉള്ളിത്തൊലി കൊണ്ടുവന്ന് ഇതിനകത്തിടും. അങ്ങനെ 2-3 ഉള്ളികൾ കൂടെ ഇവിടെ കിളിച്ചിട്ടുണ്ട്. ഇവരെ ഒന്ന് ഞാൻ മാറ്റി വെച്ച് നോക്കാം, നന്നായിട്ട് പിടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉള്ളത് കൊണ്ട് വീതിച്ച് എല്ലാ ചട്ടിയിലും കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. എന്താണേലും കിളിച്ചു വന്ന ഉള്ളിത്തൈകളെയൊക്കെ ഞാനൊന്ന് മാറ്റി നടാനുള്ള പരിപാടിയിലാണ്. എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിഞ്ഞുകൂടെ, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കേ ഇവിടെ ഒരു 4 മൂട് കോളിഫ്ലവർ, ക്യാബേജൊക്കെ നട്ടിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന കഞ്ഞിവെള്ളവും ഒക്കെ നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുവാണ്. അവർക്കൂടെ ഒന്ന് മണ്ണ് കൂട്ടിയിട്ടിട്ട് പോവാം. കഴിഞ്ഞ ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. എവിടെ പോവാ അമ്മയുടെ ടുറ്റേറ്റി? എവിടെ പോവാ? എന്തിനു വന്ന? അമ്മ അന്വേഷിച്ച് വന്നാണോ? പോരാട്ടോ. കഴിക്കണോ? വിശക്കുന്നോ? വിശക്കുന്നോ? പോരാവേ. ഞാൻ ഏത് പറമ്പിലാണേലും എന്നെ അന്വേഷിച്ച് അവൻ തേടി പിടിച്ച് വരും. അവനറിയാം ഈ പറമ്പിൽ എവിടെയെങ്കിലും, ഒന്നേ കോഴിക്കൂട്ടിൽ അല്ലെ പറമ്പിൽ എവിടെയെങ്കിലും കാണുമെന്നറിയാം. ഈ ഉള്ളിയുടെ ഇത് മുളച്ച് വന്നിരിക്കുന്നത് നമ്മൾ നട്ടതൊന്നുമല്ല. എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം. എടുത്തൊന്ന് മാറ്റി ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ച് നോക്കാം. കിളിക്കുവാണെങ്കിൽ കിളിക്കട്ടെ, നമ്മുടേതല്ലാതായത് ഉള്ളിയാണ്. എന്നാൽ പോലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനേ അതിനെ മണ്ണൊന്നും പോകാതെ ഇനി പറിച്ചെടുക്കാം. കിട്ടി. ഒരെണ്ണത്തിന് ഞാൻ ഇങ്ങനെ പറിച്ചെടുത്തു. ഇനിയുണ്ട് കേട്ടോ, ഇവിടെയുണ്ട്. അടുത്തയാളെ കിട്ടി. ഇത്ര ഉള്ളിത്തൈകൾ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നട്ട് നോക്കാം. ഇപ്പം ഞാൻ ആ ചട്ടിയുടെ അടിയിൽ നിന്ന് പറിച്ചെടുത്താണ് 2 ഉള്ളിത്തൈകൾ. നമുക്കിതൊന്ന് നട്ട് നോക്കാം. പിടിച്ചാൽ പിടിക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ടെ.